കേരളത്തിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് LDF UDF അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, ഇവരാണ് തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ചതുപോലെ തുടർച്ചയായി ഇവിടെ UDF LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ കോൺഗ്രസിൻ്റെ മുന്നണിയും മറ്റു പാർട്ടികളുടെ മുന്നണിയും, ഇപ്പോൾ ബീഹാറിലാണ് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, ഉത്തർപ്രദേശിൽ ഇദ്ദേഹത്തിൻ്റെ യാദവിൻ്റെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, അദ്ദേഹം തുടങ്ങിയ പാർട്ടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തെലുങ്ക് ദേശം പാർട്ടി ആന്ധ്രാപ്രദേശിൽ, അതുപോലെ അകാലിദൾ പോലെയുള്ള പാർട്ടികൾ പഞ്ചാബിൽ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവിടുത്തെ മനുഷ്യർ ഒരു മാറ്റം വരുത്തി. ഇത് 1980-ൽ സ്ഥാപിതമായ വളരെ യങ്ങായിട്ടുള്ള ഒരു പാർട്ടിക്ക് ഭരിക്കാനുള്ള ഒരു അവസരം, മറ്റുള്ളവർ ഭരിച്ചത് മതി, അതല്ല നമുക്ക് വേണ്ടത് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് BJP എന്ന പാർട്ടിയെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട്. BJPയുടെ മുന്നണിയോ 19 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരണത്തിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഭരണത്തിലും 11ാമത്തെ വർഷം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 3 തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ ജനങ്ങൾ BJP ഭരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം, അല്ലെ BJP നേതൃത്വം നൽകുന്ന മുന്നണി ഭരിച്ചാൽ മതി എന്നുള്ള ഒരു വിധിയെഴുത്താണ് ഇന്ത്യയിലെ പൊതുജന താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു പൊതുജന താല്പര്യം ഇന്ത്യയിലൊട്ടാകെ എന്താണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നുണ്ടോ? അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJP ഇനിയിപ്പോൾ അതിനെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് കരുതുന്നുണ്ടാവുമോ? കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് തീർച്ചയായിട്ടും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേറെ മുന്നിലാണ് അംഗസംഖ്യയിലും പിന്നെ ഒരു ഭരണം നടത്തുന്ന ഒരു കഴിവിലും അതിൻ്റെ നേതൃത്വത്തിലുമൊക്കെ. അതിൻ്റെ നേതൃത്വം എന്ന് പറയാൻ കാര്യം, BJP ഇതിനു മുമ്പ് വാജ്പേയിയുടെ ഭരണത്തിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷം കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് അത് കുറച്ച് അകലെയുള്ളൊരു കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്ത് 2014 ഇന്ത്യ ലോകശക്തികളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. അതിനെ ഇപ്പോൾ നമ്മൾ 4ാം സ്ഥാനത്ത് ഈ 10 വർഷം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ അത് തീർച്ചയായിട്ടും BJPയുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്.